ಕಪಟ ಮತೇತರವಾದಿಗಳೇ പിന്നെ ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദിയുടെ താലൂക്ക് പ്രസിഡന്റ് ശ്രീമാൻ മധുസൂദനൻ അവർകളെ, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികളെ, അമ്മമാരെ, സഹോദരിമാരെ, സ്നേഹം നിറഞ്ഞ സജ്ജനങ്ങളെ, നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ കൊടുങ്ങല്ലൂർ താലൂക്കിൻ്റെ സമ്മേളനമാണ് കോണത്തക്കുന്ന് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംഘടനാപരമായി 10ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. അത്
സംഘടന ഉണ്ടാകുവാനുള്ള കാരണം നാം ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവം മാറാട് സംഭവമാണ്. മാറാടില് 8 ഹിന്ദുക്കളെ നമുക്കറിയാം 1921 മാപ്പിള ലഹളയ്ക്ക് ശേഷം കേരളം കണ്ട ഹിന്ദു കൂട്ടക്കുരുതി, ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് മാറാട് നടന്നത്. കേരളം വിറങ്ങലിച്ച ആ ദിനം ആ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്ന ആ ആക്രമണത്തിൽ അതിന്റെ വേദനകളും യാതനകളും അനുഭവിക്കുന്ന ആ ഹൈന്ദവ സമൂഹത്തിനോ ആ കുടുംബങ്ങൾക്കോ ഇവിടത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളോ തന്നെ അവർക്ക് നീതി കിട്ടുവാനോ അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കുവാനോ വേണ്ടി ഒരു വാക്ക് പറയാൻ പോലും രംഗത്ത് ഉണ്ടായില്ല. അതിന്റെ കാരണങ്ങൾ നാം മനസ്സിലാക്കിയപ്പോഴാണ് നമുക്കറിയാം ഹൈന്ദവ സമൂഹം അസംഘടിതാവസ്ഥയാണ്. ആ അസംഘടിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് കേരളം എന്ന എല്ലാ അവകാശങ്ങളും അതിൻ്റെ അപ്പുറവും വാങ്ങി കേരളം കൈപ്പിടിയിലൊതുക്കി അങ്ങ് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന മുഴുവൻ സ്വാധീനങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. ആ ന്യൂനപക്ഷത്തിന്റെ പ്രേമം അവരോ ഈ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തിന് പ്രതികരിക്കുവാൻ തയ്യാറാകാത്ത ആ മനസ്സ്